ഒരു സാക്ഷ്യം പറയാനാണ്. ഞങ്ങൾ 2019 നവംബറിൽ ഓസ്ട്രേലിയയിലേക്ക് പോയിരിക്കുകയായിരുന്നു എൻ്റെ മക്കളുടെ അടുത്തേക്ക് ഇപ്പോൾ അവരെ കാണാനായിട്ട്. പക്ഷേ കോവിഡ് കാരണം കൊണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല. അങ്ങനെ ഞങ്ങളവിടെ 3 വർഷമായിട്ട് അവിടെ താമസിച്ചിരുന്നത്. 2011 ഒക്ടോബർ മാസത്തിൽ എനിക്ക് ഒരു നെഞ്ചുവേദന വന്ന് കാർഡിയോളജിസ്റ്റിനെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻജിയോഗ്രാം ചെയ്യണം. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറയണത് എനിക്ക് 3 മേജർ ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി 10 years മുമ്പ് എനിക്ക് 2 സ്റ്റെൻറ്റ് ഇട്ടിട്ടുള്ളതാണ്. ഇനി 3 കൂടി ഇടാൻ പറ്റില്ല. അപ്പോൾ ഓൺലി അത് ഒരു ഓപ്പൺ ഹാർട്ട് ബൈപ്പാസ് സർജറി ചെയ്ത് ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ 25 വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യൻ്റാണ്. പിന്നെ വേറെ ആൾട്ടർനേറ്റീവ് ഒന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുവരെ നിങ്ങൾക്ക് ഒരു അറ്റാക്കൊന്നും വരാത്ത കാരണം കൊണ്ട് ഓപ്പൺ ഹാർട്ട് സർജറി സിമ്പിളായിട്ട് ചെയ്യാം. 3 മണിക്കൂർ നേരത്തെ പ്രൊസീജിയറാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആവുന്നു. അങ്ങനെ നിർബന്ധിച്ച് അവസാനം അത് സമ്മതിച്ചു ഞങ്ങൾ. അപ്പോൾ ഡോക്ടർ എന്നോട് തലേദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇത് 3 മണിക്കൂർ നേരത്തെ സർജറിയാണ്. ആ സമയത്ത് നിങ്ങളുടെ ലൈഫ് സേവിങ് മെഷീനിലായിരിക്കും. ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് ലൈക്ക് യു ഡെഡ്, മരിച്ച പോലെയാണ് 3 മണിക്കൂർ നേരത്തേക്ക്. അത് കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ ബി ഓക്കെ എന്നും പറഞ്ഞിട്ടാണ് എന്നെ വിട്ടിരുന്നത്. ഒക്ടോബർ 21 എൻ്റെ മകൻ എന്നെ കൊണ്ട് ഓസ്ട്രേലിയയിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കിയിട്ട് അവൻ തിരിച്ച് വീട്ടിൽ പോയി. അന്ന് കോവിഡ് കാരണം കൂടെ ആർക്കും നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ മാത്രം അവിടെ ആയി. ഇത്ര വലിയൊരു ഓപ്പറേഷൻ നടക്കാൻ പോണ്, ആരും നമുക്ക് കൂടെ നിൽക്കാനോ ഒന്നിനുമില്ല. അപ്പോൾ ഞാനിങ്ങനെ റിസപ്ഷനിൽ നിന്ന് എൻ്റെ റൂമിലേക്ക് നടന്നു പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുമായിരുന്നു മാതാവേ ആരും ഇല്ലല്ലോ, എന്തായാലും ഞാൻ 3 മണിക്കൂർ മരിക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ 3 മണിക്കൂർ അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ ഒന്ന് സഹായിക്കണേട്ടോന്ന്. ഞാനിത് പറഞ്ഞപ്പോൾ ഒരു അശരീരി പോലെ എൻ്റെ ചെവിയിൽ കേൾക്കണമെന്ന് എനിക്ക് തോന്നി. ശരി, ഞാൻ നിന്നെ കൊണ്ടുപോകാം, പക്ഷേ സ്വർഗത്തിലോ നരകത്തിലോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലോ നിന്നെ കയറ്റില്ല. അവിടെ ഒരു പ്രാവശ്യം പോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. പക്ഷേ നിൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു കേട്ട പോലെ തോന്നിയിട്ട് ഞാനവിടെ പോയി കിടന്നു. പിറ്റേ ദിവസം കാലത്ത് 5 മണിക്ക് എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ബോധം കെടുത്തിയതിന് ശേഷം പെട്ടെന്ന് എൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുണ്ട് ഒരു സൗണ്ട് കേൾക്കുന്നത്, എന്താ നമുക്ക് പോണ്ടേ എന്ന്. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓർക്കണില്ലേ, നീ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ എൻ്റെ കൂടെ 3 മണിക്കൂർ നേരം ഉണ്ടാവണമെന്ന്, ഞാനാണ് മാതാവാണെന്നും പറഞ്ഞിട്ട്. പക്ഷെ ആ സ്വരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയ്ക്ക് മധുരമായിട്ടുള്ളൊരു സ്വരം കേട്ടിട്ടില്ല എന്നുള്ളതാണ്. മാതാവിൻ്റെ ആ സൗണ്ട് എത്രയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സൗണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മാതാവിന് ശരി എന്നാൽ പോവാമെന്നും പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചു. ഇവിടെ നോക്കുമ്പോൾ ഞാൻ കണ്ടത് മാതാവോട് എൻ്റെ അരിയത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. കയ്യിലൊരു വടിയുമ ഒരു നക്ഷത്രം, തിളങ്ങുന്നൊരു നക്ഷത്രം, മാതാവിൻ്റെ ക്രൗൺ എല്ലാം വെട്ടിത്തിളങ്ങുന്ന ആ പ്രകാശം. എനിക്ക് ഒരു സെക്കൻഡ് നോക്കി ഞാൻ തിരിച്ച് നിന്നു. അങ്ങനെ ഞങ്ങൾ എന്നാൽ നമുക്ക് പോവാമെന്നും പറഞ്ഞ് മാതാവിൻ്റെ കൂടെ ഞാൻ പോവാണ്. പിന്നെ ഞങ്ങൾ കൊന്ത എത്തിക്കണതായിട്ട് എനിക്കൊരു ഓർമ്മ ചെറുതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. കുറേ സമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു വിളി വരുന്ന പോലെ, എന്താ തിരിച്ചു പോകണ്ടേ, നിന്നെ നാട്ടിൽ തിരിച്ച് ഭൂമിയിൽ അന്വേഷിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് മാതാവിനോട് പറഞ്ഞു, അയ്യോ ദേ അവർ നമ്മളെ അന്വേഷിക്കുന്നുണ്ട്, നമുക്ക് തിരിച്ചു പോകണ്ടേന്ന്. അപ്പോൾ ഒരു കൈ ഇങ്ങനെ നീണ്ടു വന്നിട്ട് അപ്പോഴാണ് ഞാൻ കാണുന്നത് നമ്മൾ ആകാശത്ത് ഒരു തേരിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തേരിൻ്റെ ഇത്
മാതാവ് താഴ്ത്തേക്ക് ഏരോ ആക്കി വിടുന്നത് കണ്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് താഴ്ത്തേക്ക് വരികയാണ്. താഴ്ത്ത് വന്ന് എന്നോട് പറഞ്ഞു, ഇതാ ഇനി നീ നിൻ്റെ ശരീരത്തിലേക്ക് പൊക്കോളാനായിട്ട്. അപ്പോൾ എനിക്കും അത് ഫീൽ ചെയ്യും. ഞാനിങ്ങനെ എൻ്റെ ബോഡിയിലേക്ക് എൻ്റെ ആത്മാവ് കയറി പോണത്. ഞാൻ ബോഡിയിലേക്ക് കയറി 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ശരീരം അനങ്ങാൻ തുടങ്ങി, എനിക്ക് ഓർമ്മ കിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് അറിയണത് 3 മണിക്കൂർ നേരം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്നെ അവർ ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ 4 മണിക്കൂറായിട്ട് എന്നെ വെൻറ്റിലേറ്ററിൽ കിടത്തിയിരിക്കുകയായിരുന്നു. ഡോക്ടേഴ്സൊക്കെ പേടിച്ച് എന്ത് ചെയ്തിട്ടും ഓർമ്മ കിട്ടണില്ല. മരുന്ന് ചെയ്യുന്നതൊക്കെ റിജക്റ്റ് ചെയ്ത് പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്കറിയാം ഞാനിങ്ങനെ എൻ്റെ ശരീരം അനങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും ഡോക്ടേഴ്സ് എല്ലാവരും ഓടി വന്ന് പറഞ്ഞു, ഇവൻ റിക്കവർ ചെയ്യുന്നുണ്ടല്ലോ, അനങ്ങേണ്ട ആൾക്ക് ഓർമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് ഓർമ്മ വന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് 4 മണിക്കൂറായിട്ട് ഞാൻ വെൻറ്റിലേഷനിലായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ അവർ എന്നെ റിക്കവറി റൂമിലേക്ക് കൊണ്ടുവന്നു. റിക്കവറി റൂമിൽ കൊണ്ടുവന്നിട്ട് കട്ടിലുമ്മൊക്കെ എടുത്തിപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അരിയത്ത് നേഴ്സാണ് എൻ്റെ ഡ്യൂട്ടിക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് കിടന്ന് ഉറങ്ങണ്ടേന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ശരി, തിരിഞ്ഞ് കിടന്നോളാൻ പറഞ്ഞു. ഞാൻ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിങ്ങനെ കിടന്നു. അപ്പോൾ പുള്ളിക്കാരത്തെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി തരാം. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തെ തന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് നല്ലതായിട്ട് വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഈ കൈമെന്നാണ് ഞരമ്പെടുത്തിട്ട് അവരതിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, സാറില്ല, ഞാൻ അത് ബാം പുരട്ടി തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറത്തുനിന്ന് തൊട്ട് നടുവരെ 3 പ്രാവശ്യം പുള്ളിക്കാരത്തി ഇങ്ങനെ ഒരു ഡബ്ബ തുറന്നിട്ട് ഇങ്ങനെ ബാം പുരട്ടി തന്നു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്, ഇനി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു ഡീപ്പായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം കാലത്ത് ഞാൻ നോക്കുമ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോണ സമയത്ത് എന്നോട് എല്ലാം കഴിഞ്ഞു, ശരി ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റർ അങ്ങനെ നടന്ന് പോണ കണ്ടു. ഞാൻ നീല ഉടുപ്പിട്ടിട്ടുള്ള ഒരു സിസ്റ്റർ അങ്ങനെ നടന്നങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാലത്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അരികത്ത് ഒരു ഫിലിപ്പാനോ മെയിൽ നേഴ്സാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്നെ ഇന്നലെ രാത്രി ശുശ്രൂഷിച്ചിട്ടുണ്ടായിരുന്ന ആ സിസ്റ്റർ അവിടെ പോയെന്ന് വെച്ചു. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, ഞാനായിരുന്നു നിൻ്റെ പിന്നിൽ ഇന്നലെ രാത്രി മുഴുവൻ ഉണ്ടായിരുന്നത്, ഡ്യൂട്ടിയിൽ ഞാനായിരുന്നു, അല്ലാണ്ട് ഇവിടെ വേറെ സിസ്റ്റേഴ്സ് ആരും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, അത് എൻ്റെ മാതാവായിരുന്നു എൻ്റെ കൂടെ നിന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ എണീറ്റിരുന്നു, നടക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം എൻ്റെ സ്റ്റിച്ചുകൾ ഇവിടുന്ന് എടുത്ത് കുറേ ട്യൂബുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓപ്പൺ ഹാർട്ട് കഴിഞ്ഞാൽ സ്ഥിതി അറിഞ്ഞൂടെ, എല്ലാ ട്യൂബുകളും എടുത്ത് കളഞ്ഞു. എന്നോട് പറഞ്ഞു, നിങ്ങൾ നടത്താനായിട്ട് ഡോക്ടേഴ്സ് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ തൊട്ട് നടന്നു തുടങ്ങിയെന്ന്. ഞാൻ ഇന്ന് ഓപ്പറേഷൻ നെക്സ്റ്റ് ഡേ തൊട്ടാണ് ഞാൻ നടന്നിരുന്നു. അത് കഴിഞ്ഞ് 3rd ഡേ അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, യു ആർ പെർഫെക്റ്റ്ലി ഓക്കെ, നിങ്ങളുടെ കാലുമ്പോൾ ശരീരത്തിലുണ്ടായിരുന്ന നീര് ഒക്കെ വറ്റിപ്പോയിരിക്കണു, നിങ്ങളുടെ കിഡ്നി റിക്കവർ ചെയ്തിരിക്കണു, ശരീരത്തിൻ്റെ ഓപ്പറേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം നിങ്ങൾക്ക് ഇന്ന് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് 3rd ഡേ എന്നെ ഡിസ്ചാർജ് ചെയ്തു. അന്ന് തൊട്ടിപ്പോൾ 1.5 വർഷമായി ഈ നിമിഷം വരെ എൻ്റെ ഒരു മുറിവ് പോലും പഴുക്കെ അല്ലെങ്കിൽ ഇവിടുന്ന് ഇതുവരെ ഓപ്പറേറ്റ് ഒരു പ്രോബ്ലം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ മക്കളുടെ കൂടെ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പുല്ല് വെട്ടാൻ തുടങ്ങി, അവിടുത്തെ പണികളെല്ലാം എടുത്തു തുടങ്ങി. അപ്പോൾ അമ്മ മാതാവ് നമ്മളുടെ ഒക്കെ കൂടെ ഉണ്ട്. നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ച അമ്മ അവിടെ ഉണ്ട്. അമ്മ സഞ്ചരിക്കുന്ന മാതാവാണെന്ന്
നമ്മൾ ഈ എല്ലാ ഇതുകളിലും വായിക്കുന്നതും അച്ഛൻ പ്രസംഗം പറയുന്നതും ഒക്കെ സത്യമാണ്. എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എൻ്റെ ഭാര്യ, എൻ്റെ ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ തൊട്ട് കഴിയുന്നത് വരെ മെഴുതിരി കത്തിച്ച് വെച്ചിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു. അമ്മയുടെ നീല കാപ്പയിൽ പൊതിഞ്ഞ് എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ച് സുഖമായിട്ട് കൊണ്ടുവന്ന് തരണമെന്ന്. അത് അമ്മ പറന്നു വന്ന് അവിടെ വന്ന് സാധീകരിച്ച് തിരിച്ചു വന്നു. ഞാനിപ്പോൾ ഇന്നിവിടെ വന്ന് ചുമ്മാ ഞങ്ങൾ 9-ാം തീയതി തിരിച്ച് ഓസ്ട്രേലിയ പോണതിന് മുമ്പ് ഇവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിച്ച് പോകാൻ, അല്ലാണ്ട് ഉടമ്പടി എടുക്കാനോ അച്ഛനെ കാണാനോ ഒന്നും സാധിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഉടമ്പടി എടുക്കാൻ എനിക്കൊരു നമ്പർ കിട്ടി. ഇന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു സമാധാനമായിട്ട് അമ്മയോട് നന്ദി പറഞ്ഞ് തിരിച്ചു പോവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഡോക്ടേഴ്സ് പ്രത്യേകം പറയായിരുന്നു, ഇത് വലിയൊരു ഇത് അത്ഭുതമായിരിക്കണമെന്ന്, നീ വളരെ മിറാക്കുലസ്ലി റിക്കവർ ചെയ്തിരിക്കണമെന്ന്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര ഫാസ്റ്റ് നീ റിക്കവർ ചെയ്യുന്നുള്ളത്. എല്ലാവരും പേടിച്ച് ഇതിരിക്കായിരുന്നു, എങ്ങനെ ഇനി ജീവൻ തിരിച്ചു കിട്ടുമെന്നുള്ളത്. അതുപോലെ പ്രത്യേകിച്ച് നിൻ്റെ കിഡ്നി അടക്കം എല്ലാം ഒരു പറഞ്ഞ സമയം കൊണ്ട് റിക്കവറായി കിട്ടിയെന്നുള്ളത്. അപ്പോൾ മാതാവിൻ്റെ ആ പ്രത്യേക സ്പർശനം ഞാൻ ഇപ്പോഴും അത് ഫീൽ ചെയ്യും. ഇടയ്ക്ക് ഞാൻ എൻ്റെ കൈമളോ നെഞ്ചത്തോടെ ഇങ്ങനെ കീറിയിട്ടുള്ള പാടും ഇങ്ങനെ തൊടുമ്പോഴൊക്കെ ഒരു ശക്തി എന്നോട് പറയുന്നേക്ക്, അത് എനിക്ക് വിട്ടു തന്നേക്ക്, അത് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു, നീ ഇനി അതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടതെന്ന്. അത് ഇന്ന് വരെ അതേപോലെ ഒരു ഇതുപോലും പഴുക്കുകയോ ഒന്നും ചെയ്യാണ്ട് 1 മാസം കഴിഞ്ഞ് എക്കോ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, യു ഹാവ് സോ മിറാക്കുലസ്ലി റിക്കവേർഡ് യുവർ സെൽഫ്, യു ക്യാൻ ഗോ നൗ, യുവർ ഹാർട്ട് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ദൈവത്തിന് പ്രത്യേകം നന്ദി. എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ബാറൂക്കിൻ്റെ പുസ്തകം 6-ാം അധ്യായം 7-ാം തിരുവചനമാണ്. ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ് ഉണ്ടായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, സർജറിക്ക് മുമ്പ് ഈ മകൻ അമ്മയുടെ കൂടെ ഒന്നായിരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തൻ്റെ കൂടെ ആരുമില്ലാത്തപ്പോൾ, കുടുംബാംഗങ്ങൾ ആരുമില്ലാത്തപ്പോൾ ഒന്ന് ചിന്തിച്ചിരുന്നു.